അല്ല എന്റെ ഭാഗത്തും കുറെ മിസ്റ്റേക്ക് നിങ്ങൾ അല്ല ഞാൻ അത് പറയാം. സ്റ്റാർ മാജിക് എന്നുള്ള ഷോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ തങ്കച്ചേട്ടൻ ഞാനും പ്രോഗ്രാമിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംബോ പിടിച്ചിട്ടുള്ള കാര്യം. അപ്പൊ പുള്ളിക്ക് തങ്കച്ചേട്ടൻ എന്ന വ്യക്തിക്ക് ഞാനൊരു അനിയത്തിയെ പോലെയാണ്. അത് ക്യാമറ ഓഫ് ടേക്കിൽ അങ്ങനെയാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന. പക്ഷെ നമുക്ക് ഈ ഒരു കോംബോ തങ്കച്ചൻ അനുമോൾ എന്നുള്ള കോംബോ എനിക്ക് തോന്നുന്നു മലയാള പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അവിടെ ഞാൻ കൊടുക്കുന്ന കണ്ടുണ്ട് തിരിച്ച് തങ്കച്ചേട്ടനെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും എല്ലാം. അപ്പൊ അതുപോലെ ഞാൻ ഇതിനകത്ത് വെറുതെ തമാശക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചതാണ്. പക്ഷെ പുള്ളി ആ ഒരു സെൻസ് എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ഇനിയിപ്പോ സീരിയസ് ആയിട്ടാണോ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണോ എനിക്ക് അറിയില്ല ഇപ്പോഴും. അത്രയും ഇതിനെ കുറിച്ച് പറയാം. ചോദ്യങ്ങൾ 7ന്റെ പണിയല്ല 8ന്റെ പണി വരുന്നു. ചോദിക്കാനുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. പറയാനുണ്ട് സംശയങ്ങൾ തീർച്ചയായിട്ടും. അനുമോള് പേടിക്കണ്ട, പേടിക്കുന്ന ചോദ്യമല്ല. പ്രേക്ഷകരായ ഞങ്ങൾക്കും ലാസ്റ്റ് മൊമെന്റിൽ വന്നപ്പം നമ്മുടെ അനീഷേട്ടൻ അത്രയും സിൻസിയർ ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ അനുമോളോട് ഇടപെട്ട രീതി നമ്മൾ കണ്ടായിരുന്നു. അതിന് തന്നെ നമുക്ക് മനസ്സിലായത് എന്താ. പക്ഷെ ഇത് പുറത്തുള്ളവര് പല രീതിയിലാണ്, അതായത് അനീഷിന്റെ ഫാൻസുകാര് ഇത് വലിയൊരു കഥയാക്കി അത് പല രീതിയിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷെ കണ്ട പ്രേക്ഷകരെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനകത്ത് ഷാനവാസ് ചേട്ടനും ആദിലയും നൂറയും അവരൊക്കെ ചുമ്മാ കോമഡിക്ക് അതിനകത്ത് പറഞ്ഞായിട്ടാണ് നമുക്കെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്ത് അനുമോളും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് അനുമോള് നല്ല മെച്യൂർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ആ മുന്നേറെ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുന്നുള്ളതാണ് അതില്. ഇപ്പൊ നമ്മളടുത്ത് ഒരാൾ ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോ എടുത്തടി മുഖത്തടിച്ചതുപോലെ ഇഷ്ടമില്ല പോ, പിന്നെ നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാൻ താല്പര്യം അങ്ങനെ പറയാൻ ഞാൻ പൊതുവെ അങ്ങനെ പറയാറില്ല. ഞാൻ ഒരു മയത്തിൽ ഞാൻ അത് ഹാൻഡിൽ ചെയ്യും. പറയുന്ന ആൾക്കും വിഷമം തോന്നാൻ പാടില്ല അവിടെ. അത് നല്ല മെച്യൂർഡായിട്ടാണ് അനുമോൾ അത് ഹാൻഡിൽ ചെയ്തത്. അതിൽ നല്ല ശതമാനം ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് കാരണം അനീഷേട്ടന് വിഷമം വാങ്ങരുത്. കാരണം ലാസ്റ്റ് മൊമെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് വന്ന് ഇത് ചോദിച്ചപ്പം പ്രേക്ഷകരാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് എന്താന്നുള്ളത്. നമുക്കത് മനസ്സിലായി. ഇപ്പം 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ് അനീഷയുടെ തന്നെ. അപ്പൊ ആ ഒരു വ്യക്തി എന്റെ അടുത്ത് ഇപ്പൊ സിൻസിയറായിട്ട് എന്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ എന്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന് പറയുന്നത്. അപ്പം അത് വലിയ കാര്യമായിട്ടാണ്. അതുപോലെയാണ് നമ്മുടെ ഷിയാസൊക്കെ വന്നപ്പം അത് അവിടെ മാത്രല്ല പുള്ളി ഇടയ്ക്കൊക്കെ പറയാറുണ്ട് എന്റെ പെൺകുട്ടി. അപ്പൊ ഈ പെൺകുട്ടിന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് അതെനിക്ക് അപ്പൊ അനുമോള് കഴിയുമ്പോൾ നമ്മളൊക്കെ കൂടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ടൈം ഓർക്കണം. ആ ടൈമിൽ ഇരുന്ന് ലൈവ് നമ്മള് എന്നും ബേസിക്കലി പ്രമോ വരുമ്പോ നമ്മൾ നോക്കിയിരിക്കും അനുമോളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം 100 പ്രമോയില് ഫുൾ അനുമോളായിരിക്കും. അപ്പം നമുക്ക് കൂടുതലും ടെൻഷനാണ്. അനുമോളുടെ കരച്ചിൽ കാണുമ്പോൾ അതിനും വലിയ സങ്കടമാണ്. പക്ഷെ ഞാൻ പറയുന്നു അനുമോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. പിന്നെ അനുമോൾ മാക്സിമം കരയാതെ പിടിച്ചു നിന്നിട്ടുണ്ട്. എപ്പോഴും കരയുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു. അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കൃത്യമായ മറുപടി. അനുമോൾ അങ്ങനെ എല്ലാ സമയത്തും കരയുന്ന ആളല്ല. എല്ലാ സമയത്തും ഞാൻ കരച്ചു വന്നാൽ ഞാൻ കരയും. ഇപ്പൊ കൂടി എന്റെ ഒരു പ്രമോ കാണിച്ചില്ലേ, അപ്പൊ അതിന് എനിക്ക് വിഷമം തോന്നി. പെട്ടെന്ന് എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് പെട്ടെന്ന് ട്രോമ കയറി. അപ്പം എനിക്ക് കരച്ചിൽ വരും. ഇപ്പോഴും ഞാൻ കരയുന്നത്. ഇന്നലെ ഷിയാസ്കെ കണ്ടപ്പോ പോലും ഞാൻ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം തോന്നി ഒരു വീഡിയോ കണ്ടപ്പോ. കരയാതിരിക്കൂ, ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കൂ, മനസ്സിന് ശക്തി പകരൂ. ഇതാ ബിഗ് ബോസ് തന്നെയാണല്ലോ. കൃത്യമായിട്ടാണ് ബിഗ് ബോസിന്റെ ഇടപെടൽ അല്ലേ? ശരിക്കും ബിഗ് ബോസ് ഇപ്പൊ എന്താണ് പറഞ്ഞത്? അനു പറഞ്ഞെന്താണ്? ഇന്നലത്തെ ഷിയാസിനെ കണ്ടപ്പോ, ഇന്ന് പ്രമോ കണ്ടപ്പോ, അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷേ ഇത് ബിഗ് ബോസ് അല്ല. കാരണം ബിഗ് ബോസ് എന്റെ അടുത്ത് മൈക്ക് ശരിയായി ധരിക്കൂ എന്നേ പറയുള്ളൂ. ഇവിടെ മൈക്ക് ധരിക്കില്ല, ഇവിടെ മൈക്ക് മാറിപ്പോയില്ലായിരുന്നു. അതുകൊണ്ടല്ല പറഞ്ഞു. അപ്പൊ നേരിട്ട് കണ്ടോണ്ടല്ലോ പറയുന്നത്. ശരിക്കും ബിഗ് ബോസ് ആണോ? തീർച്ചയായിട്ടും ബിഗ് ബോസ് തന്നെ. ഒന്നുകൂടെ ഒന്ന് സംസാരിപ്പിക്കൂ പ്ലീസ്. ഒന്ന് കരഞ്ഞു നോക്കട്ടെ, ഒന്ന് ഫീൽ ഉണ്ടോ? അങ്ങനെ ഒന്നുകൂടെ സംസാരിപ്പിക്കൂ പ്ലീസ്. ബിഗ് ബോസ് അനുമോൾ കരയുന്നൊന്നുമില്ല. ബിഗ് ബോസ് ഇവിടെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, ബിഗ് ബോസിന് സുഖമാണോ ബിഗ് ബോസ്? അതിനുള്ള മറുപടി ബിഗ് ബോസ് തരില്ല. ഞാൻ അവിടെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തരാറുണ്ട്. ഇന്ന് അവിടെ തരില്ല. അല്ല, ഞാൻ ചോദിച്ചാൽ ബിഗ് ബോസ് പറയും.
ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് അനുമോൾ നിങ്ങളുടെ മൈക്ക് ശരിയായി പിടിക്കുക. അത് കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട് ബിഗ് ബോസ്. വേറൊരു പ്രശ്നമുണ്ട് ബിഗ് ബോസ് അനുമോൾ കരയുമ്പോൾ സാധാരണ അവിടെ സമാധാനിപ്പിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാത്രമേ ഇവിടെ ഇരുന്നിപ്പം സമാധാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം ബിഗ് ബോസ് കരഞ്ഞ? ഹൈദരലി അനുമോളെ ഒന്ന് ആശ്വസിപ്പിക്കൂ. ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും ബിഗ് ബോസ് വന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹൈദരലിക്ക ഇവിടെ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ പറയും എന്നുള്ളത് പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞു കൊടുത്തു, ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റ് കൊടുത്ത അനുസരിച്ച് പുള്ളി കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ഇത് അയച്ചു കൊടുത്തു. സമയത്ത് ആ സ്വിച്ച് ഇടും പറയും, ഇതല്ലേ. അല്ലാതെ നിങ്ങൾ എന്തായാലും ബിഗ് ബോസിനെ കൊണ്ടുവരാൻ പോകുന്നില്ല. ഇന്ന് ഈ ഷോ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ബിഗ് ബോസ് ഉണ്ടാവും. പ്ലാച്ചി എടുക്കും എന്ന് പറയുമ്പോഴേ നമുക്ക് ആ പ്ലാച്ചി നിങ്ങൾ ഷിയാസുമായിട്ട് വലിയ ബന്ധത്തിലായിരുന്നു അല്ലേ? ഷിയാസും അനുമോളുമായിട്ടുള്ള ഒരു ആത്മബന്ധം എനിക്ക് പേഴ്സണൽ അറിയാവുന്നതാണ്. അത്രമാത്രം ആത്മബന്ധമുണ്ട്. ഒരു പെങ്ങളെന്ന നിലയിൽ വലിയ വാത്സല്യം, അമ്മയായിട്ടാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ബന്ധം. അത്തരം വാത്സല്യത്തില് പല ആളുകൾക്കും പല രീതിക്ക് സംസാരം ഉണ്ടാകണം അല്ലെ? പക്ഷെ നേരിട്ട് നമ്മൾ കണ്ട അനുഭവമാണ്. അത്തരം സംസാരം കേൾക്കുമ്പോൾ അനുമോൾ എന്താണ് തോന്നുന്നത്? സംസാരം എന്ന് പറയുമ്പോൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2-3 ആർട്ടിസ്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട്. ഷിയാസിക്ക് ഞാനും തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറഞ്ഞാല് ഒരു അമ്മയുടെ വയറ്റില് ജനിച്ചാൽ മാത്രം പോരല്ലോ ഒരു സഹോദരനാവാൻ എന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് 7 വർഷമായിട്ട് അറിയാം ഷിയാസിക്ക്. ഞാനും ഇക്ക എന്നുള്ളൊരു ബോണ്ട് എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് എന്റെ സ്വന്തം ചേട്ടൻ, എനിക്ക് എന്റെ ഫാമിലിയിൽ എനിക്ക് സഹോദരങ്ങളില്ല, ഞങ്ങളെല്ലാം ഗേൾസ് ആണ്. അപ്പം എനിക്ക് എന്റെ അമ്മയ്ക്ക് ജനിക്കാതെ പോയ എനിക്ക് ഒരു ബ്രദറായിട്ട് ജനിക്കാതെ പോയ ഒരാളാണ് ഷിയാസ്ക. ഇപ്പോഴും എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നതും എനിക്കൊരു പ്രശ്നം വന്നാലും എനിക്കൊരു വിഷമം വന്നാലും എനിക്കൊരു സന്തോഷം വന്നാലും ഞാൻ ഷെയർ ചെയ്യുന്നത് പുള്ളിയെടുത്താണ് എപ്പോഴും. അപ്പൊ ഏത് സമയത്താണ് പുള്ളി ഇനിയിപ്പോ ഏത് സമയം ഇപ്പൊ പുറത്താണെങ്കിലും എബ്രോഡ് എവിടെയെങ്കിലും പോയാൽ പോലും പുള്ളി ആരെങ്കിലും ഫോൺ വാങ്ങിച്ച് എന്നെ വിളിക്കാറുണ്ട് എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ. അത്രയും കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു ചേട്ടനാണ്. എനിക്ക് എന്താ ചേട്ടൻ മാത്രമല്ല എനിക്കൊരു ഗാർഡിനായിട്ട് തോന്നിയിട്ടുണ്ട് എന്റെ കാര്യത്തിൽ. കാരണം എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പുള്ളിയെ വിളിക്കും. ഇക്ക എനിക്കിങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വേദന വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുള്ളിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും നിൽക്കാറുണ്ട്. അത് ഞാൻ എന്റെ ലൈഫ് ലോങ് കൂടെ ഞാൻ എന്റെ സ്വന്തം ബ്രദറായിട്ട് ഞാൻ നിർത്തും എപ്പോഴും. തീർച്ചയായിട്ടും അവിടെ അന്ന് ഈ കുടോത്രമാണോ ഉള്ളത് അതെടുത്ത് എറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? അതാർക്കാണെങ്കിലും വിഷമം വരും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.